ഹലോ മക്കളെ, 7ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചാപ്റ്ററാണ് അവർ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി. ഈ ഒരു ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്? അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഭൂമിയുടെ പ്രധാനപ്പെട്ട പാളികളാണ്, ലെയേഴ്സ് ഓഫ് ദി എർത്ത് ആണ്. മക്കളെ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ടോപ്പിലുള്ളതാണ് ഇത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന് നേരെ താഴെയുള്ളതാണ് ഇത് മാൻഡിൽ എന്ന് പറയുന്നത്. തേർഡ് വൺ ഉള്ളതാണ് ഇത് കോർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, ഏറ്റവും ടോപ്പിൽ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ആണ്, പിന്നെ അതിന് താഴെ മാൻഡിലാണ്, പിന്നെ അതിന് താഴെ എന്താണ് കോർ ആണ് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് ഈ ചാപ്റ്ററിനകത്ത് പകുതി ഭാഗത്തും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിനുശേഷം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്, അന്തരീക്ഷ പാളികളെ കുറിച്ചാണ്. ഏറ്റവും ടോപ്പിലുള്ളതാണ് എക്സോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ കാണാം, പിന്നെ നിങ്ങൾ കാണാം മെസോസ്ഫിയർ വരാം, അതുപോലെ സ്ട്രാറ്റോസ്ഫിയർ കാണാം, ട്രോപ്പോസ്ഫിയർ കാണാം. ഇത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ആ കോഡ് മറ്റൊന്നുമല്ല മക്കളെ, അത് ഇതാണ്. ഇത് മോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് പഠിച്ചാൽ മതി. ഇത് മോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇത് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇ മീൻസ് എക്സോസ്ഫിയർ ആണ് ഉദ്ദേശിച്ചത്, ദ മീൻസ് തെർമോസ്ഫിയർ ആണ്, എം മീൻസ് മെസോസ്ഫിയർ ആണ്, ഒ എസ് എന്ന് പറഞ്ഞാൽ ഓസോൺ പാളി കാണുന്ന സ്ട്രാറ്റോസ്ഫിയർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുപോലെ ടി എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് വലിയ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടാക്കി സിമ്പിളാക്കി തരുന്നുണ്ട്. അത് വേറെ എവിടെയും അല്ല, സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ബാച്ചിനകത്തുണ്ട്. സോ പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഈ വരുന്ന എക്സാമിലൊക്കെ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.